ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം കിഷ്കിന്ധാകാണ്ഡ സപ്തഷഷ്ടീതമ സർഗ ലംഘനാവഷ്ടംഭ. സംസ്തൂയമാനോ ഹനുമാൻ വ്യവർദ്ധത മഹാബല, സമാവിദ്യ ജലാങ്കൂലം ഹർഷാച്ച ബലമേയുവാൻ. തസ്യ സംസ്തൂയമാനസ്യ വൃദ്ധൈർവാനരപുങ്കവൈഃ, തേജസാ പൂര്യമാണസ്യ രൂപമാസീദനുത്തമം. യഥാ വിജൃംഭതേ സിംഹോ വിവൃദ്ധോ ഗിരിഗഹ്വരേ, മാരുതസ്യ ഉരസപുത്രസ്തഥാ സംപ്രതിജൃംഭ്രതേ. തം ദൃഷ്ട്വാ ജൃംഭമാണം തേ ക്രമിതും ശതയോജനം, വീര്യേണ പൂര്യമാണം ച സഹസാ വാനരോത്തമാഃ. സഹസാ ശോകമുത്സിജ്യ പ്രഹർഷേണ സമന്വിതാഃ, വിനേദുസ്തുഷ്ടുവശ്ചാപി ഹനുമന്തം മഹാബലം. പ്രഹൃഷ്ടാ വിസ്മിതാശ്ചൈവ വീക്ഷന്തേ സ്മ സമന്തദാ, ത്രിവിക്രമകൃതോത്സാഹം നാരായണമിവ പ്രജാഃ. അശോഭതമുഖം തസ്യ ജൃംഭമാണസ്യ ധീമതഃ, അംബരീഷമിവാദീപ്തം വിധൂമാ ഇവ പാവകഃ. ഹരീണാമുദ്ദിതോ മധ്യ സംപ്രഹൃഷ്ടത്തനൂരുഃ, അഭിവാദ്യ ഹരീൻ വൃദ്ധാൻ ഹനുമാൻ ഇദമബ്രവീത്. ആരുജൻ പർവതാഗ്രാണി ഹുദാശനസഖോ നിലഃ, ബലവാനപ്രമേയശ്ച വായുരാകാശഗോചരഃ. തസ്യാഹം ശീഘ്രവേഗസ്യ ശീഘ്രഗസ്യ മഹാത്മന, മാരുതിസൗരസപുത്ര പ്ലവനേനാസ്തി മത്സമഃ. ഉത്സഹേയം ഹി വിസ്തീർണ മാലിഗന്ധമിവാംബരം, മേരും ഗിരിമസംഗേന പരിഗന്ധും സഹസ്രശഃ. ബാഹുവേഗപ്രണുന്നേന സാഗരേണാഹമുത്സഹേ, സമാപ്ലാവയിതും ലോകം സപർവത നദീഹൃതം. മമോരുജംഗാവേഗേന ഭവിഷ്യതി സമുദ്ധിതഃ, സമുശ്രിതമഹാഗ്രാഹ സമുദ്രോ വരുണാലയഃ. പന്നകാശനമാകാശേ പതന്തം ഭക്ഷിസേവിതേ, വൈനദേയമഹം ശക്ത പരിഗന്ധും സഹസ്രശഃ. ഉദയാത് പ്രസ്ഥിതം വാപി ജ്വലന്തം രശ്മിമാലിനം, അനസ്തമിതമാദിത്യം അഭിഗന്ധും സമുത്സഹേ. തതോ ഭൂമിമസംസ്പൃശ്യ പുനരാഗന്തുമുത്സഹേ, പ്രവേഗേനൈവ മഹദാ ഭീമേന പ്ലവകർഷഭാഃ. ഉത്സഹേയമതിക്രാന്തും സർവാൻ ആകാശഗോചരാൻ, സാഗരം ശോഭയിഷ്യാമി ധാരയിഷ്യാമി മേദിനിം. പർവ്വതാൻ കമ്പയിഷ്യാമി പ്ലവമാനാ പ്ലവംഗമാഃ, ഹരിഷ്യാമി ഉരുവേഗേന പ്ലവമാനോ മഹാർണവം. ലതാനാം വിവിധം പുഷ്പം പാദപാനാം ച സർവശഃ, അനുയാസ്യതി മാമദ്യ പ്ലവമാനം വിഹായ സാ. ഭവിഷ്യതി മേ പന്ഥാ സ്വാദേ പന്ഥാ ഇവാംബരേ, ചരന്തം ഘോരമാകാശം ഉൽപ്പതിഷ്യന്തമേവ വാ. ദ്രക്ഷ്യന്തി നിപതന്തം ച സർവഭൂതാനി വാനരാഃ, മഹാമേഘപ്രതീകാശം മാം ച ദ്രക്ഷ്യത വാനരാഃ. ദിവമാവൃത്യ ഗച്ഛന്തം ഗ്രസമാനമിവാംബരം, വിതമിഷ്യാമി ജീമൂതാൻ കമ്പയിഷ്യാമി പർവ്വതാൻ. സാഗരം ശോഭയിഷ്യാമി പ്ലവമാനാ സമാഹിത, വൈനദേയസ്യ സാ ശക്തിർമമ വാ മാരുതസ്യ വാ. ഹൃദേ സുവർണരാജാനം മാരുതം വാ മഹാജവം, ന തൽഭൂതം പ്രപശ്യാമി യന്മാം പ്ലതമനുവ്രജേത്. നിമേഷാന്തരമാത്രേണ നിരാലംബനമംബരം, സഹസാ നിപതിഷ്യാമി ഘനാവിദ്യുദ്ദിവോത്ഥിതാ. ഭവിഷ്യതി ഹി മേ രൂപം പ്ലവമാനസ്യ സാഗരേ, വിഷ്ണോർവിക്രമമാണസ്യ പുരാത്രീൻ വിക്രമാനിവ. ബുദ്ധ്യാചാഹം പ്രപശ്യാമി മനശ്ചേഷ്ടാജമേ തദാ, അഹം ദ്രക്ഷ്യാമി വൈദേഹിം പ്രമോദധ്വം പ്ലവംഗമാഃ. മാരുതസ്യ സമോ വേഗേ ഗരുഡസ്യ സമോ ജവേ, അയുധം യോജനാനാം ദോ ഗമിഷ്യാമിതി മേ മതി. വാസവസ്യ സ വജ്രസ്യ ബ്രഹ്മണോ വാ സ്വയംഭുവഃ, വിക്രമ്യ സഹസാ ഹസ്താത് അമൃതം ദധിഹാനയേ. ലങ്കാം വാപി സമുൽക്ഷിപ്യ ഗച്ഛേയം ഇതി മേ മതിഃ. തമേവം വാനരശ്രേഷ്ഠം ഗർജന്തം അമിതൗജസം, പ്രഹൃഷ്ടാ ഹരയസ്തത്ര സമുദേക്ഷന്ത വിസ്മിതാഃ. തസ്യ തദ്വചനം ശ്രുത്വാ ജ്ഞാതീനാം ശോകനാശനം,
ഉവാച പരിസംഹൃഷ്ടോ ജാമ്പവാൻ ഹരിസത്തമം വീരകേസരിണപുത്ര ഹനുമന്മാരുതാത്മജ ജ്ഞാതീനാം വിപുലശോകസ്ത്വയാ താതവിനാശിതഃ തവ കല്യാണരുചയ കവിമുഖ്യ സമാഗതാഃ മംഗളം കാര്യസിദ്ധ്യർത്ഥം കരിഷ്യന്തി സമാഹിതാഃ ഋഷീണാം ച പ്രസാദേന കവിവൃദ്ധമതേന ച ഗുരുണാം ച പ്രസാദേന പ്ലവസ്വാത്വം മഹാർണവം സ്ഥാസ്യാമശ്ചൈകപാദേന യാവതാഗമനം തവ ത്വൽഗതാനി ച സർവേഷാം ജീവിതാനീവ നൗഗസാം തതസ്തു ഹരിശാർദൂലസ്താനുവാച വനൗഗസ നേയം മമ മഹീവേഗം ലംഘനേ ധാരയിഷ്യതി ഏതാനീഹ നഗസ്യസ്യ ശിലാസങ്കടശാലിനഃ ശിഖരാണി മഹേന്ദ്രസ്യ സ്ഥിരാണി ച മഹാന്തി ച യേഷു വേഗം കരിഷ്യാമി മഹേന്ദ്രശിഖരേഷ്വഹം നാനാദ്രുമവികീർണേഷു ധാതു നിഷ്യന്തശോഭിഷു ഏതാനി മമ നിഷ്പേഷം പാതയോ പ്ലവതാംബരാഃ പ്ലവതോ ധാരയിഷ്യന്തി യോജനാനാം യതശതം തതസ്തം മാരുതപ്രജ്ഞ സഹരിർമാരുതാത്മജഃ ആരുരോഹ നഖശ്രേഷ്ഠം മഹേന്ദ്രം ഹരിമർദന വൃതം നാനാവിധവൃക്ഷേ മൃഗസേവിതശാധ്വലം ലതാകുസുമസമ്പാദം നിത്യപുഷ്പവലദ്രുമം സിംഹശാർദൂലചരിതം മത്തമാതംഗസേവിതം മത്തദ്വിജഗണോത്കുഷ്ടം സലിലോപീഡസങ്കുലം മഹദ്ഭിരുച്ഛ്രിതം ശൃംഗേർ മഹേന്ദ്രം സമഹാബലഃ നിജചാരാ ഹരിശ്രേഷ്ഠോ മഹേന്ദ്ര സമവിക്രമഃ പാദാഭ്യാം പീഡിതസ്തേന മഹാശൈലോ മഹാത്മനഃ രരാസ സിംഹാബീഹദോ മഹാന്മത്തൈവ ദിവ മുമോജ സലിലോൽപീഡാൻ വിപ്രകീർണശിലോച്ഛയ വിത്രസ്തമൃഗമാതംഗ പ്രകമ്പിതമഹാദ്രുമഃ നാഗഗന്ധർവമിഥുനൈ പാനസംസർഗകർക്കശൈഃ ഉൽപ്പതദ്ഭിശ്ച വിഹഗൈർവിദ്യാധരഗണൈരപി ത്യജ്യമാനമഹാസാനു സംനിലീനമഹോരഗഃ ചലശൃംഗശിലോത്ഘാതസ്താഭൂത് തഥാഭൂ സമഹാഗിരിഃ നിശ്ശസ്സദ്ഭിസ്തദാർത്തൈസ്തു ഭുജംഗൈരർദ്ധനിസ്സൃതേ സപതാക ഇവാബാധി സദദാധരണീധരഃ ഋഷിഭിസ്ത്രാസതം ഭ്രാന്തേ സ്ത്യജ്യമാനശിലോച്ഛയ സീതന്മഹതി കാന്താരേ സാർത്ഥഹീനാ ഇവാദ്വക സവേഗവാൻ വേഗസമാഹിതാത്മാ ഹരിപ്രവീര പരവീരഹന്ത മനസ്സമാദായ മഹാനുഭാവോ ജഗാമലങ്കാം മനസാ മനസ്സേ സവേഗവാൻ വേഗസമാഹിതാത്മാ ഹരിപ്രവീര പരവീരഹന്ത മനസ്സമാദായ മഹാനുഭാവോ ജഗാമലങ്കാം മനസാ മനസ്സേ ഇത്യാശ്രേ ശ്രീമദ് രാമായണേ വാൽമീകീയേ ആദികാവ്യേ കിഷ്കിന്ധാകാണ്ഡേ ലംഘനാവഷ്ടംബോ നാമ സപ്തഷഷ്ടീതമ സർഗഃ. ശ്രീമദ് വാൽമീകി രാമായണേ കിഷ്കിന്ധാകാണ്ഡഃ സമ്പൂർണഃ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കിഷ്കിന്ധാകാണ്ഡത്തിലെ 67-ാമത്തെ സർഗം മഹേന്ദ്രാരോഹണം. 100 യോജന ചാടാൻ ഒരുങ്ങി ഹനുമാൻ വീർക്കുന്നതും പെട്ടെന്ന് വേഗം കൊണ്ട് നിറയുന്നതും കണ്ട് കപിസേന ശോകം വെടിഞ്ഞ് മോദമാർന്ന് ആർത്തു വിളിച്ചു. മഹാബലനായ ഹനുമാനെ വാഴ്ത്തി മൂവടി അളക്കാൻ മുതിർന്ന നാരായണനെ പ്രജകൾ എന്ന പോലെ അവർ മോദവും വിസ്മയവും പൂണ്ട് ചുറ്റും നോക്കി നിന്നു. കീർത്തിതനായ കപീന്ദ്രൻ വലുതായി വാൽ ചുഴറ്റി മോദമാർന്ന് കരുത്താണ്ട് വൃദ്ധരായ വാനരവീരരാൽ വാഴ്ത്തപ്പെട്ട ഹനുമാന്റെ രൂപം തേജസ് കൊണ്ട് നിറഞ്ഞ് അത്യുത്തമമായി തീർന്നു. വിസ്തൃതമായ ഗുഹയ്ക്കുള്ളിൽ സിംഹം എപ്രകാരം മൂരി നിവരുമോ അപ്രകാരം മാരുതന്റെ ഔരസപുത്രൻ മൂരി നിവർന്നു. മൂരി നിവരുന്ന അവന്റെ പാവകതുല്യം ദീപ്തമായ മുഖം സൂര്യനെപ്പോലെ ശോഭിച്ചു. വാനരമധ്യത്തിൽ നിന്ന് രോമാഞ്ചം പൂണ്ട് എഴുന്നേറ്റ് വൃദ്ധ വാനരന്മാരെ വന്ദിച്ചുകൊണ്ട് ഹനുമാൻ ഇങ്ങനെ പറഞ്ഞു. അഗ്നിസകനായ അനിലൻ പർവ്വതാഗ്രങ്ങളെ തകർക്കുന്നു. ആകാശചാരിയായ വായു കരുത്തനും അപ്രമേയനുമാകുന്നു. ശീഘ്രവേഗനും ശീഘ്രഗാമിയും മഹാത്മാവുമായ മാരുതന്റെ ഔരസപുത്രനായ ഞാൻ ചാട്ടത്തിലും തത്തുല്യനാണ്. മാനം മുട്ടെ ഉയരമാർന്ന മേരുപർവ്വതത്തെ വിശ്രമമിന്നെ 1000 വട്ടം വലം വയ്ക്കാൻ എനിക്ക് കഴിയും. കയ്യൂക്കുകൊണ്ട് അലയിളക്കിയ കടലിനാൽ കുന്നും പുഴയും കയവുമാർന്ന ലോകത്തെ മുക്കുവാൻ എനിക്കാവും. മഹാനക്രങ്ങൾ കൂത്താടുന്ന വരുണാലയമായ സമുദ്രം എൻ്റെ കണങ്കാലിൻ്റെയും
തുടയുടെയും വേഗത്താൽ കരകവിഞ്ഞ് ഒഴുകും. പക്ഷിസേവിതമായ വാനിൽ പറക്കുന്ന പന്നകാസനായ വൈനതേയനെ 1000 വാരം വലം വയ്ക്കാൻ ശക്തനാണ് ഞാൻ. തിളങ്ങുന്ന തിങ്കളിനെ ഉദയം മുതൽ പിന്തുടർന്ന് അന്തിക്ക് മുമ്പേ ഒപ്പമെത്തും. എന്നിട്ട് വാനരവീരരെ മടങ്ങിപ്പോന്ന് ഭൂമി തൊടാതെ വീണ്ടും അവിടേക്ക് എത്താൻ എനിക്ക് സാധിക്കും. ആകാശചാരികളെയൊക്കെ അതിക്രമിക്കാം, കടലുകളെ വറ്റിക്കാം, ഊഴിയെ പിളർക്കാം, ചാട്ടം കൊണ്ട് പർവ്വതങ്ങളെ തവിടുപൊടിയാക്കാം, ചാട്ടത്തിൻ്റെ വേഗത്താൽ കടലുകൾ ചാടിക്കടക്കാം. വാനിലൂടെ പായുന്ന എൻ്റെ പിന്നാലെ സകല വല്ലികളുടെയും മരങ്ങളുടെയും പൂക്കൾ പാഞ്ഞു വരും. വാനിൽ ഘോരമായി ചരിക്കുകയും ചാടുകയും ചെയ്യുന്ന എൻ്റെ മാർഗം സകല താരാഛായ പദം പോലെയാകും. വാനരരെ പറന്നുപോകുന്ന എന്നെ സകല ജീവികളും കാണും. മഹാമേരു സമനായ എന്നെ കണ്ടുകൊണ്ടാലും മാനം വിഴുങ്ങുമോ എന്ന് തോന്നുമാറ് വാനമാകെ നിറഞ്ഞ് പായുന്ന ഞാൻ മുകിലുകളെ പറപ്പിക്കും, കുന്നുകളെ കുലുക്കും, കടൽ വറ്റിക്കും. വൈനതേയനോ എനിക്കോ മാരുതനോ ആർക്കാണ് അധികം ശക്തി? ചാടുന്ന എന്നെ പിന്തുടരാൻ പോന്നതായിട്ട് പക്ഷിരാജനായ ഗരുഡനെയും മഹാബലനായ മാരുതനെയും ഒഴിച്ച് മറ്റൊന്നിനെയും ഞാൻ കാണുന്നില്ല. ഞൊടിയിടയിൽ ഞാൻ ആലംബം മറ്റ ആകാശത്തിൽ മുകിലിൽ നിന്നുയരുന്ന മിന്നൽ പോലെ ചാടിക്കയറും. കടൽ ചാടുന്ന എൻ്റെ രൂപം പണ്ട് മൂവടി അളന്ന വിഷ്ണുവിൻ്റേതുപോലെയാകും. വൈദേഹിയെ ഞാൻ കാണും എന്നാണ് എൻ്റെ ബുദ്ധി പറയുന്നത്. മനസ്സിൻ്റെ ചേഷ്ടയും അപ്രകാരം തന്നെ. വാനരരെ സന്തോഷം കൊള്ളുവിൻ. വേഗത്തിൽ വായുവിന് സമനും ചാട്ടത്തിൽ ഗരുഡൻ തുല്യനുമായ എനിക്ക് 10,000 യോജന പോകാനാകുമെന്നാണ് തോന്നുന്നത്. വജ്രമേന്തിയ വാസവൻ്റെയോ സ്വയംഭൂവായ ബ്രഹ്മാവിൻ്റെയോ കയ്യിൽ നിന്ന് അമൃതം ബലേന തട്ടിയെടുത്ത് ഞാൻ ഇങ്ങ് കൊണ്ടുവരാം. ലങ്കയെപ്പോലും പറിച്ചെടുത്ത് കൊണ്ടുപോരാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്രകാരം ഗർജിക്കുന്ന അമിതപ്രഭനായ വാനരോത്തമനെ സന്തുഷ്ടരായ വാനരന്മാർ വിസ്മയത്തോടെ നോക്കി. ജനങ്ങളുടെ സന്താപത്തെ നശിപ്പിക്കുന്ന അവൻ്റെ വാക്കുകൾ കേട്ട് വാനരശ്രേഷ്ഠനായ ജാമ്പവാൻ അത്യന്തം സന്തോഷത്തോടെ പറഞ്ഞു: വീര, കേസരിസുത, വേഗശാലിൻ, മാരുതേ, വത്സ, നീ സ്വജനങ്ങളുടെ വലിയ സങ്കടം തീർത്തു. നിനക്ക് നന്മ ആഗ്രഹിക്കുന്ന വാനരശ്രേഷ്ഠന്മാർ ഒത്തുചേർന്ന് നിന്റെ കാര്യസിദ്ധിക്കായി മംഗളകർമ്മങ്ങൾ ചെയ്യും. ഋഷികളുടെ പ്രസാദത്തോടും കവിവൃദ്ധന്മാരുടെ ആഗ്രഹത്തോടും ഗുരുക്കന്മാരുടെ അനുഗ്രഹത്തോടും നീ പെരുങ്കടൽ താണ്ടുക. നീ മടങ്ങി വരും വരെ ഞങ്ങൾ ഒറ്റക്കാലിൽ നിൽക്കാം. വനവാസികളുടെ എല്ലാം ജീവൻ നിന്നിലാണ്. അപ്പോൾ ഹരിശ്രേഷ്ഠൻ ആ വനവാസികളോട് പറഞ്ഞു: ചാട്ടത്തിൽ എൻ്റെ വേഗം തടുക്കാൻ ലോകത്തിൽ ആർക്കുമാവില്ല. പാറക്കൂട്ടങ്ങൾ നിറഞ്ഞ ഈ മഹേന്ദ്രഗിരിയുടെ ശിഖരങ്ങൾ ഉറപ്പും വലിപ്പവുമാർന്നവയാണ്. പലതരം വള്ളികളും മരങ്ങളും നിറഞ്ഞതും ധാതുക്കൾ കൊണ്ട് ശോഭിക്കുന്നതുമായ മഹേന്ദ്ര ശിഖരങ്ങളിൽ ഞാൻ വേഗം കൈക്കൊള്ളാം. ഇവിടെ നിന്ന് 100 യോജന ചാടുന്ന എൻ്റെ വേഗം ഈ വലിയ ശിഖരങ്ങൾ താങ്ങിക്കൊള്ളും. പിന്നെ മാരുതതുല്യനും വൈരിമാരകനുമായ മാരുതി ശ്രേഷ്ഠമായ മഹേന്ദ്രപർവ്വതത്തിൽ കയറി പലതരം പൂക്കൾ നിറഞ്ഞ് മാനുകൾ മേയുന്ന പുൽത്തകിടികളാർന്ന് വള്ളികളും പൂക്കളും തിങ്ങി എന്നും പൂവും കായുമുള്ള മരങ്ങൾ വളർന്ന് സിംഹങ്ങളും കടുവകളും വിലസി മതയാനകൾ വിളയാടി മത്താർന്ന വണ്ടുകൾ മുരണ്ട് നീർച്ചാട്ടങ്ങൾ ചാർത്തി വിളങ്ങുന്ന മഹേന്ദ്രപർവ്വതത്തിൻ്റെ തുംഗശൃംഗങ്ങളിൽ യന്ത്രസമവിക്രമനും മഹാബലനുമായ കപീന്ദ്രൻ സഞ്ചരിച്ചു. മഹാത്മാവായ അവൻ്റെ പാദപീഡനമേറ്റ മഹാഗിരി സിംഹത്തിൻ്റെ തല്ലേറ്റ കൂറ്റൻ മതയാനെ പോലെ അലറി. നീർച്ചാലുകൾ കുത്തിയൊഴുകി, പാറകൾ തകർന്നു, ആനകളും മാനുകളും നടുങ്ങി, വൻമരങ്ങൾ കുലുങ്ങി, പാനാസക്തരായ പല ഗന്ധർവമിഥുനങ്ങളും മേലോട്ട് പറക്കുന്ന പക്ഷികളും വിദ്യാധര സമൂഹങ്ങളും താഴ്വരകൾ വിട്ട് ഒഴിഞ്ഞുപോയി. പാമ്പുകൾ പോയി ഒളിച്ചു. പർവ്വതത്തിലെ കൊടുമുടികളിൽ നിന്ന് അപ്പോൾ പാറകൾ അടർന്നു വീണു. പകുതി പുറത്തായി തീർന്ന പാമ്പുകളെ കൊണ്ട് ആ പർവ്വതം പൊടിക്കൂറകൾ തൂക്കിയതുപോലെ വിളങ്ങി. പേടിച്ചരണ്ട ഋഷികളാൽ ഉപേക്ഷിക്കപ്പെടുന്ന ആ ശിലോച്ഛയം കൊടുങ്കാട്ടിൽ കൂട്ടം വിട്ട വഴിപ്പോക്കനെ പോലെയായി. വേഗവാനും വേഗത്തിൽ ഉള്ളുറപ്പിച്ചവനും വൈരിഘാതകനും മഹാനുഭാവനും ധീരനുമായ വാനരശ്രേഷ്ഠൻ മനസ്സ് ഏകാഗ്രമാക്കി ലങ്കയെ പ്രാപിച്ചു. ഇതോടുകൂടി 67ാമത്തെ സർഗം അവസാനിച്ചു. അതുപോലെ തന്നെ കിഷ്കിന്ധാകാന്ഡം സമാപ്തം. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.